ഹായ്, നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസിലും സിജിൽസിനെ കുറിച്ചാണ് മെൻഷൻ ചെയ്തത്. നമ്മളിലേക്ക് പലതരത്തിലുള്ള ലക്കും ഗുഡ് ഫോർച്യൂണും ഒക്കെ അട്രാക്ട് ചെയ്യുന്ന പവർഫുൾ ആയിട്ടുള്ള സിമ്പിൾസിനെ കുറിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും അതിനെക്കുറിച്ച് തന്നെയാണ്. ഇത് അതിൻ്റെ ലാസ്റ്റ് ഒരു എപ്പിസോഡാണ് സിജിൽസിനെ കുറിച്ച്. അപ്പോൾ ഇന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്ന സിജിൽസ്, ഒന്ന് ഈവിൾ ഐ പ്രൊട്ടക്ഷൻ, മറ്റുള്ള എന്തെങ്കിലും ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ നമ്മളിലേക്ക് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല പാർട്ട്നേഴ്സിനെ ലഭിക്കാൻ. നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് എപ്പോഴും വരുന്നു എന്ന് പറയുന്നവരുണ്ട്, അതിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ്. ഈവൻ ബ്ലാക്ക് മാജിക് അങ്ങനെയുള്ള നെഗറ്റിവിറ്റി പ്രൊട്ടക്ഷൻസിന്. അതുപോലെ റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻഷിപ്സ് ആണെങ്കിലും കുട്ടികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള സ്മൂത്ത് റിലേഷൻഷിപ്സിന് വേണ്ടിയിട്ടുള്ള സിജിൽസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈവിൾ ഐ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സിജിലാണിത്. ദൃഷ്ടിദോഷം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിന്നുള്ള എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് സിറ്റുവേഷൻസിൽ നമ്മൾ ചെന്നപ്പെടുന്നു. അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റിവിറ്റി നമ്മളെ ഹിറ്റ് ചെയ്യാതിരിക്കാൻ കുട്ടികളുടെ ബെഡ് സൈഡ് ടേബിളിലോ മുതിർന്നവരുടെ കയ്യിലോ ഒക്കെ കൊണ്ട് നടക്കാവുന്ന ഒരു സിമ്പിളാണിത്, ഈവിൾ ഐ പ്രൊട്ടക്ഷൻ. അടുത്തത് ഒരു നല്ല പാർട്ട്ണറെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, പ്രത്യേകിച്ചും വിവാഹപ്രായം എത്തിയവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് മാരേജിലൊക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ടും നല്ലൊരു പാർട്ട്ണറെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാവുന്ന ഒരു സിജിലാണ്. ഇപ്പം ഒറ്റയ്ക്കൊക്കെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ ദേ ക്യാൻ യൂസ് ദിസ് സിജിൽ. അടുത്തത് ബാഡ് തോട്ട്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ. പലപ്പോഴും പലരും പറയാറുള്ളൊരു കാര്യമാണ്, അനാവശ്യമായിട്ടുള്ള ഒരുപാട് ചിന്തകൾ കയറി വരുന്നു, നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള തോട്ട്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ, വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കയ്യിൽ കരുതാവുന്ന അല്ലെങ്കിൽ നമ്മളെപ്പോഴും സ്പെൻഡ് ചെയ്യുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കാവുന്ന ഒരു സിമ്പിളാണത്. അടുത്തത് നെഗറ്റീവ് മാജിക്. അഗെയിൻ ബ്ലാക്ക് മാജിക്കിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ മറ്റുള്ളവർ നമുക്ക് എന്തെങ്കിലും ദോഷകരമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അതിനുള്ള പ്രൊട്ടക്ഷനും പ്രിവെൻഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ സിമ്പിൾ നമ്മുടെ കയ്യിൽ കൊണ്ട് നടക്കാം. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്തായിട്ടും വേണമെങ്കിൽ നമുക്ക് മെയിൻ ഡോറിൻ്റെ സൈഡിലൊക്കെ വേണമെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അല്ല എക്സ്റ്റീരിയർ ഡോസിൻ്റെ മുകളിലൊക്കെ വേണമെങ്കിൽ വെക്കാം. അടുത്തത് റിലേഷൻഷിപ്പ്. ഒരു ഹാപ്പി ആൻഡ് ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വീട്ടിലുള്ളവർ തമ്മിൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ, കുട്ടികൾ തമ്മിൽ, ഫാമിലി മെമ്പേഴ്സ് ഹെൽത്തി, ഹാപ്പി ആൻഡ് ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സിമ്പിളാണിത്. ഇതും നമുക്ക് വീട്ടിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒക്കെ ഡിസ്പ്ലേ ചെയ്യാവുന്ന ഒരു സിമ്പിളാണ്. അടുത്തത് വിക്ടറി ലക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്തെങ്കിലും കോമ്പറ്റീഷനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്കൊക്കെ കയ്യിൽ കൊണ്ട് നടക്കാം. അത് ജയിച്ച് വരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിമ്പിളാണ് ഇത്. അടുത്ത സിമ്പിൾ സെൽഫ് മാസ്റ്ററി എന്നതിനെക്കുറിച്ചാണ്. എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മുകളിൽ തന്നെ ഒരു വിജയം കൈവരിക്കുന്നതിൻ്റെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതാണ് സെൽഫ് മാസ്റ്ററി എന്ന് പറഞ്ഞാൽ. കൂടുതലും അത് മെഡിറ്റേഷനും സ്പിരിച്വൽ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിജിലാണ്. ഞാൻ എൻ്റെ മുകളിൽ വിക്ടോറിയസ് ആവുന്നു എന്ന് പറയുമ്പം എല്ലാ കാര്യങ്ങളിലും ഞാൻ എൻ്റെ തോട്ട്സിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് കൺട്രോൾഡ് ആവുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്നിലേക്ക് നല്ല കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു സിംബലിസമാണ് സെൽഫ് മാസ്റ്ററി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് കയ്യിലൊക്കെ ടാറ്റൂ ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ജസ്റ്റ് ഒരു പ്രിൻ്റ് എടുത്തിട്ട് കയ്യിൽ കൊണ്ട് നടക്കാം. അതല്ലെങ്കിൽ ഈവൻ നമ്മുടെ ടേബിളിൻ്റെ അടിയിലോ അതല്ലെങ്കിൽ ബെഡ് സൈഡ് ടേബിളിലോ എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഡ്രോയുടെ അകത്തോ ഒക്കെ വെക്കാം. എപ്പോഴും നമ്മുടെ അടുത്തായിട്ട് വെക്കുന്നതാണ്, നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സിമ്പിൾസ് നമ്മുടെ അടുത്തായിട്ട് വെക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ആഗ്രഹിക്കുന്നവർ ഇതിലേതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സിമ്പിൾസ് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. നമ്മളത് പ്രത്യേകം എപ്പോഴും പറയാറുള്ളത് പോലെ ഓരോ സിജിൽസും നമ്മൾ ഉപയോഗിക്കുമ്പം അതിൻ്റെ പുറകിലോ അതിൻ്റെ ചുറ്റുമോ അതിൻ്റെ സൈഡിലോ ആയിട്ട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഓൾറെഡി നടന്നു കഴിഞ്ഞതായിട്ട് പോസിറ്റീവ് വേർഷനിൽ അഫർമേഷൻസ് ആയിട്ട് നമ്മൾ അതിൻ്റെ ചുറ്റും എഴുതുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ എഴുതുന്നത്, നമ്മുടെ പേര് അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നത് ഒക്കെ അതിൻ്റെ പവർ കുറച്ചും കൂടെ കൂട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഒരു ഗ്രീൻ കളർ പെൻ വെച്ചിട്ട് ഇത് എഴുതാം എന്നും പറഞ്ഞിരുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേര് എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അവരുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു വീട് ഒക്കെ വിറ്റ് പോകാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് വേഗം വിറ്റ് പോകാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. പണ്ട് നമ്മളൊരു ഫുൾ മൂൺ മെഡിറ്റേഷൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ വീട് വിറ്റ് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുൾ മൂൺ റിച്വലിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ പ്രോപ്പർട്ടി സെൽ ഔട്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന
ഒരു ഫുൾ മൂൺ റിച്വലിനെ കുറിച്ചാണ് അടുത്ത വീഡിയോ. അപ്പോൾ സി യു, ടേക്ക് കെയർ, ബൈ.